വളരെയേറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പാലസ്തീൻ ഭാഗ്യമായി പാർലമെന്റിൽ വന്ന് പ്രിയങ്ക ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും നടക്കുന്ന ആക്രമണത്തിനെതിരെ വളരെ ശക്തമായി സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ BJPയുടെ ഒരു MPയോ പോലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും ഇതുവരെ പാർലമെന്റിൽ ഉരിയാടിയിട്ടില്ലാത്ത സന്ദർഭത്തിലാണ് ഇത് എന്ന് ഓർക്കണം. പാർലമെന്റിന് പുറത്ത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സമരം നടത്തിയ കോൺഗ്രസ് MPമാർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് മുസ്ലിമായ കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ്. അതുപോലെ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പാർലമെന്റിൽ ഉയർത്താൻ പ്രിയങ്ക മറന്നില്ല. ഇന്ത്യ പോലെ ഇത്രയും വിവേകമില്ലാത്ത സംഘിക്കൂട്ടങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ആരും ചെയ്യാൻ ധൈര്യപ്പെടില്ലാത്ത കാര്യമാണ് പ്രിയങ്ക ചെയ്തത്. പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലസ്തീൻ എന്നെഴുതിയ ബാഗുമായി തന്റെ ഇടത്തോടെ പാർലമെന്റിൽ വരിക. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും നിയമനിർമ്മാണ സഭകളിൽ പാലസ്തീനെ അനുകൂലിച്ച് അവിടുത്തെ ജനപ്രതിനിധികൾ സംസാരിക്കുന്നത് സാധാരണമാണ്. അത് അമേരിക്കയിലായാലും UK-യിലായാലും അയർലൻഡിലായാലും ഫ്രാൻസിലായാലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ ആയാലും ഒക്കെ. അയർലൻഡിന്റെ പ്രധാനമന്ത്രി പരസ്യമായാണ് പലസ്തീനിൽ നടക്കുന്ന നരഹത്യയെ, ഇസ്രായേലിന്റെ ക്രൂരകൃത്യത്തെ അപലപിച്ചത്. എന്നാൽ ഇന്ത്യയിലെ മനസാക്ഷ്യം നശിച്ച സംഘിക്കൂട്ടങ്ങളുടെ ഇടയിൽ പരസ്യമായി പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് അനുഭാവം പ്രകടിപ്പിക്കാൻ ജനപ്രതിനിധികൾക്ക് ഭയമാണ്. പക്ഷേ അതൊന്നും ഉരുക്കു വനിത ഇന്ദിരയുടെ കൊച്ചുമകളെ തെല്ലും കുലുക്കുകയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രിയങ്ക. ആദ്യം പ്രിയങ്ക സംസാരിക്കുന്നത് 1971 ഡിസംബർ 16 മറ്റ് രാജ്യങ്ങളുടെ ഒന്നും സഹായമില്ലാതെ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് രണ്ടായി കീറിമുറിച്ച ഇന്ത്യൻ സേനയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ധീരതയെക്കുറിച്ചാണ്. सभापति महोदय जी, बहुत खुशी की बात है कि आपको अब याद आया, लेकिन आज विजय दिवस है। आज विजय दिवस है। 1971 के युद्ध में जिन शहीदों ने, जिन सेनाओं ने हमारे लिए लड़ाई लड़ी, जिन जानबाजों ने ये लड़ाई लड़ी, सैन्य अधिकारों को, सैनिकों को, शहीदों को, सबको सबसे पहले मैं नमन करना चाहती हूँ। मैं देश की जनता को नमन करना चाहती हूँ कि आज के दिन जो विजय भारत ने पाई वो उनके बिना नहीं हो सकता था। उस समय भारत अकेला खड़ा था, पूरे विश्व ने कोई सुनवाई नहीं की। बांग्लादेश में जो हो रहा था, बांग्लादेश की जनता, हमारे बंगाली भाई बहनों की आवाज़ कोई नहीं सुन रहा था। उस समय भारत की जनता एक होकर अपनी सेना के साथ खड़ी हुई, अपने नेतृत्व के साथ खड़ी हुई, अपने असूलों के साथ खड़ी हुई। इंदिरा गांधी जी उस समय प्रधानमंत्री थी, मैं उनको नमन करना चाहती हूँ। इस देश की महान शहीद हैं जिन्होंने कठिन से कठिन परिस्थितियों में साहस दिखाया और एक ऐसा नेतृत्व दिखाया जिससे ये देश विजय हुआ। आज इस संदर्भ में मैं 2 मुद्दे उठाना चाहती हूँ। वो जो लड़ाई थी, असूलों की लड़ाई थी, लोकतंत्र का असूल। माननीय सदस्य श्री विरितो ഇന്ന് വിജയ ദിവസമാണ്. 1971 യുദ്ധത്തിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ധീരചരമം പ്രാപിച്ചവർക്കും യുദ്ധത്തിൽ പോരാടിയ ധീര ജവാന്മാർക്കും മറ്റെല്ലാ ധീരന്മാർക്കും സൈനിക അധികാരികൾക്കും ആദ്യം തന്നെ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. 1971 ഇന്നത്തെ ദിവസം രാജ്യത്തിന് വിജയമുണ്ടാവാൻ കാരണക്കാരായ രാജ്യത്തെ ജനങ്ങൾക്ക് ഞാൻ കൃതജ്ഞത അറിയിക്കുകയാണ്. അവരില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു വിജയം ഉണ്ടാവുമായിരുന്നില്ല. ആ സമയം ഇന്ത്യ ഒറ്റയ്ക്കാണ് പോരാടിയത്. ലോകത്തെ മറ്റൊരു രാജ്യങ്ങളും നമ്മുടെ അപേക്ഷ കേട്ടില്ല. ബംഗ്ലാദേശിലെ ജനങ്ങൾക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ കേൾക്കാൻ ആരും ചെവി കൊടുത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിലെ ജനത സൈന്യത്തോടൊപ്പം നിന്ന്, രാജ്യത്തെ നയിക്കുന്നവരോടൊപ്പം നിന്ന്, നമ്മുടെ മൂല്യങ്ങൾക്ക് ഒപ്പം നിന്നു. ഇന്ദിരാഗാന്ധി അന്ന് പ്രധാനമന്ത്രിയാണ്. ഞാൻ അവർക്ക് മുന്നിൽ നമിക്കുന്നു. വളരെ കഠിനമായ പരിസ്ഥിതികളിൽ പോരാടി വീരമൃത്യു വരിച്ചവരുടെ ധീരതയാണ് നമ്മുടെ രാജ്യത്തിന് അന്ന് വലിയ വിജയം നേടിക്കൊടുത്തത്. ഈ സാഹചര്യത്തിൽ ഞാൻ 2 വിഷയങ്ങൾ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. ആ പോരാട്ടം മൂല്യങ്ങളുടെ പോരാട്ടമായിരുന്നു, രാഷ്ട്രതന്ത്രത്തിന്റെ മൂല്യങ്ങൾ. പ്രിയങ്ക ഇത്രയും പറഞ്ഞപ്പോഴേക്കും സഭ നിയന്ത്രിച്ചിരുന്ന സംഘിണി MP സന്ധ്യ റായ്ക്ക് ഉരുപൊട്ടി. പ്രിയങ്കയെ തുടർന്ന് സംസാരിക്കാൻ അനുവദിക്കാതെ അടുത്ത ആളെ സംസാരിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ പ്രിയങ്ക ഞാൻ വളരെ ചുരുക്കമായി പറയാം എന്ന് പറഞ്ഞ് സംഘികളുടെ കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാര്യമായിരുന്നു. सभापति महोदय जी, मैं संक्षिप्त में बोल देती हूँ। कंप्लीट करिए। 2 मुद्दे हैं, संक्षिप्त में बोल देती हूँ। पहला मुद्दा ये है कि बांग्लादेश में
बांग्लादेश में जो अल्पसंख्यकों के साथ, जो हिंदुओं और ईसाइयों के साथ अत्याचार हो रहा है, उसके खिलाफ इस सरकार को आवाज उठानी चाहिए। बांग्लादेश की सरकार के साथ बातचीत करनी चाहिए और पूरा समर्थन देना चाहिए जिनको माननीय सदस्य श्री वरितो फ्रांसिस जी। രണ്ട് വിഷയങ്ങൾ ഞാൻ ചുരുക്കമായി പറയാം. ഒന്നാമത്തേത്, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായി പ്രതികരിക്കണം. ബംഗ്ലാദേശ് സർക്കാരുമായി സംസാരിച്ച് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശക്തമായ നടപടിയെടുക്കണം. ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രിയങ്കയെ സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കുകയാണ്. വീണ്ടും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടാമത്തെ കാര്യം കൂടി സംസാരിക്കാൻ അനുവദിക്കേണ്ടി വന്നു. आज सेना के हेडक्वार्टर्स में से वो तस्वीर उतारी गई है जिसमें पाकिस्तान की सेना आत्मसमर्पण कर रही है हिंदुस्तान भारत की सेना के सामने। माननीय सदस्य श्री कल्याण बनर्जी जी। उन महान से രണ്ടാമത്തെ കാര്യം, ഇന്ന് സേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 1971 ചരിത്ര വിജയ ദിവസത്തിന്റെ ചിത്രം നീക്കിയിരിക്കുകയാണ്. അതിൽ പാകിസ്ഥാന്റെ സൈന്യം സ്വയം ഇന്ത്യയുടെ സേനയുടെ മുന്നിൽ അടിയറവ് പറയുന്നതായിരുന്നു ഉള്ളത്. അത് അവിടെ പുനഃസ്ഥാപിക്കണം. സംഘികൾക്ക് പാകിസ്ഥാനെ ഇന്ദിരാഗാന്ധിയുടെ സേന മുട്ടുകുത്തിച്ച ചിത്രം മാറ്റി സ്വന്തമായി ഒരു നേട്ടവും പറയാനില്ലാത്ത മോദിക്ക് പുൽവാമയിൽ പൈൻമരങ്ങളുടെ മേൽ ബോംബിടുന്നതിന്റെ ചിത്രം സ്ഥാപിക്കണം. പിന്നീട് രണ്ടാമത് സംസാരിക്കാൻ ക്ഷണിക്കുമ്പോഴാണ് പ്രിയങ്ക വയനാടിന് വേണ്ടി സംസാരിച്ചത്. ഇവിടെ പ്രിയങ്കയെ സംസാരിക്കാൻ ക്ഷണിക്കുന്ന ഓം ബിർളയുടെ ഭാഷാ പ്രാവീണ്യം കേട്ട് വിവേകമുള്ള ഇന്ത്യക്കാർ നാണിച്ചു പോകും. ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാഡ എന്നാണ് ബിർള പറയുന്നത്. വാദ്ര എന്ന് പറയാൻ 2024 ലോക്സഭയിലുള്ള സ്പീക്കർക്ക് നാവ് വഴങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? വാദ്ര എന്നുള്ളതിന് വാഡ എന്ന് പറയുക എന്ന് വെച്ചാൽ കഷ്ടം തന്നെ ഷാജി. Honorable Speaker, sir, I would like to add to the question on the animal man conflict. In my constituency of Wayanad, in the last 1 year, 90 people have been affected by this conflict, and just yesterday there was a attack by wild animals, by a wild elephant on someone. So I would also like to ask that the compensation be increased, especially for farmers and for ordinary people who are being affected by this conflict. Thank you. എന്റെ മണ്ഡലമായ വയനാട്ടിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം 90-ലധികം ആളുകളാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ദുരിതം അനുഭവിച്ചത്. ഇന്നലെയും കൂടി അവിടെ വന്യജീവി ആക്രമണം ഉണ്ടായി. ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാർക്കും കൃഷിക്കാർക്കുമുള്ള ദുരിതാശ്വാസ തുക ഉയർത്തണമെന്നും അപേക്ഷിക്കുകയാണ്. പാർലമെന്റിൽ സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്ന പ്രിയങ്കയോട് എന്ത് സന്ദേശമാണ് പാലസ്തീന്റെ ബാഗുമായി വന്നതിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴുള്ള പ്രിയങ്കയുടെ മറുപടി കേട്ടുകൊള്ളൂ. You want to say something? Why are you carrying this bag? I've said many times what my beliefs are regarding this, and if you look at my Twitter handle, all my comments are over there. They say that the parliamentarians can't carry this. Who's going to decide what clothes I wear now? Who's going to decide that? That's typical patriarchy, that you decide what clothes women wear also. Okay, ma'am. I don't subscribe to that. I will wear what I want. ഇവിടെ തന്റെ സന്ദേശം വ്യക്തമാക്കിയതിനു ശേഷം പ്രിയങ്ക തന്റെ ഇടത്തോടെ പറയുകയാണ്, താൻ എന്ത് ധരിക്കണം എന്നും എന്ത് കൊണ്ടു നടക്കണമെന്നും മറ്റുള്ളവർ അല്ല തീരുമാനിക്കുന്നത് എന്ന്. ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ തന്നെ എന്ന് ഈ ഒരൊറ്റ വാക്കിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അവർ. ഇവിടെ അമിത് ഷാൻഡ്ലിയ എന്ന വിവരം കെട്ട സംഘി പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ ടാഗ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? ബംഗ്ലാദേശി ഹിന്ദുക്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും പറഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക പരാജയപ്പെടുമെന്ന്. ഈ വിവേകശൂന്യന് കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങളെ കുറിച്ച് എന്തറിയാം? ഏതായാലും അതിന് തക്ക മറുപടിയായി ഗണേഷ് മന്ത്രവാദി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രിയങ്ക ഗാന്ധി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി പല പ്രാവശ്യം എഴുതുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ വോട്ടർമാർ മന്ദബുദ്ധി സംഘികൾ അല്ല. മൂന്നാമത്തെ സെന്റൻസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചുകൊള്ളൂ. ഇവിടെ പുറത്തിറങ്ങിയ പ്രിയങ്കയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ബംഗ്ലാദേശ് സർക്കാരുമായി സംസാരിച്ച് അക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന്. बांग्लादेश में जो अत्याचार हो रहा है माइनॉरिटीज पे, बांग्लादेश के हिंदू हैं, बांग्लादेश के ईसाई हैं, उसके बारे में कुछ करें, बात करें बांग्लादेश की सरकार के साथ, अत्याचार बंद कराएं. ഇനി പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് എംപിമാർ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്.
ഇവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശക്തമായി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് മുസ്ലിം എം ആയ ഇമ്രാൻ മസൂദ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നീതി ലഭ്യമാക്കൂ, കേന്ദ്ര സർക്കാർ തങ്ങളുടെ ശക്തി കാണിക്കൂ. അതാണ് ഗാന്ധിജിയുടെ ഇന്ത്യ, പട്ടേലിന്റെ ഇന്ത്യ, ശാസ്ത്രിയുടെ ഇന്ത്യ, ഇന്ദിരയുടെ ഇന്ത്യ, രാജീവിന്റെ ഇന്ത്യ, നരസിംഹറാവുവിന്റെ ഇന്ത്യ, മൻമോഹൻ സിംഗിന്റെ ഇന്ത്യ. പക്ഷേ മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തിന് 100 ജന്മം ചെയ്താലും ഇങ്ങനെയൊന്നും സാധിക്കില്ല. ഇനി പ്രിയങ്ക ഇവിടെ പറയുന്നത് കേട്ടുകൊള്ളൂ. मैंने नोटिस किया था कि मैं विजय दिवस के बारे में बात करना चाहती हूँ, तो उन्होंने कहा कि बात करने देंगे. फिर मुझे एक मैसेज आया कि हम विजय दिवस के विषय पे आप बात नहीं कर सकते, उस पर सरकार बात करेगी. तब तक सरकार को याद नहीं था शायद. 1971 വിജയത്തിന്റെ അനുസ്മരണത്തിന്മേൽ പ്രിയങ്കയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞതാണ്. പിന്നീട് പറഞ്ഞു ഭരണപക്ഷം അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന്. ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ഇതിന്റെ ഓർമ്മ വന്നത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തടയാൻ ശ്രമിച്ചു എന്ന്. അവസാനമായി ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അന്യായം ആർക്കെതിരെ നടന്നാലും അന്യായം തന്നെയാണ്.